തമിഴ്നാട് മുഖ്യമന്ത്രിയും സൂപ്പർ താരവുമായ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുള്ള അവസാന സിനിമയായി പ്രഖ്യാപിക്കപ്പെട്ട ജനനായകൻ അങ്ങനെ ഇന്ന് തിയേറ്ററുകളിലെത്തി. രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് മുൻപ് വിജയ് അഭിനയിച്ച അവസാന ചിത്രമായതിനാൽ ആരാധകർ ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയായിരുന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ നിന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ വന്ന കാലതാമസത്തെ തുടർന്നാണ് ജനുവരി 9 നിശ്ചയിച്ചിരുന്ന റിലീസ് മാറ്റിവെക്കേണ്ടി വന്നത്. ഇതിനിടെ ചിത്രത്തിന്റെ പൈറസി പതിപ്പ് ഓൺലൈനിൽ ചോർന്നതും അണിയറ പ്രവർത്തകർക്ക് തിരിച്ചടിയായി. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ചിത്രം തമിഴ്നാട്ടിലെ ഏകദേശം 1000 തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ടിക്കറ്റുകൾ മിനിറ്റുകൾക്കകം വിറ്റഴിയുന്ന സാഹചര്യമായിരുന്നു ഇന്നലെ. ചില തിയേറ്ററുകൾ പുലർച്ചെ തന്നെ ബുക്കിംഗ് തുറന്നെങ്കിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിജയുടെ സിനിമകളുടെ റിലീസിനോടനുബന്ധിച്ച് പതിവായി കണ്ടുവരുന്ന ടിക്കറ്റ് ആവശ്യകത ഇത്തവണയും ആവർത്തിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കരിഞ്ചന്ത ടിക്കറ്റ് വിൽപ്പനയും വ്യാപകമാണെന്ന പരാതികളും ഉയർന്നിട്ടുണ്ട്. ചില തിയേറ്ററുകളിൽ 500 മുതൽ 800 രൂപ വരെയാണ് ടിക്കറ്റുകൾ വിറ്റതെന്നും കരിഞ്ചന്തയിൽ ഒരു ടിക്കറ്റിന് 1000 മുതൽ 2000 രൂപ വരെ ഈടാക്കിയെന്നുമാണ് ആരാധകർ സമൂഹ മാധ്യമമായ എക്സിലൂടെ ആരോപിച്ചത്. ഓൺലൈനിൽ വളരെ കുറച്ച് ടിക്കറ്റുകൾ മാത്രമാണ് ലഭ്യമാക്കിയതെന്നും ശേഷിച്ചവ കരിഞ്ചന്തയിലൂടെ വിറ്റതായും ചിലർ ആരോപിക്കുന്നുണ്ട്. റിലീസിന് മുൻപുള്ള അഡ്വാൻസ് ബുക്കിംഗിലൂടെ രാജ്യത്ത് 15 കോടി രൂപയ്ക്ക് മേൽ വരുമാനം നേടിയതായി ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട്. ആദ്യ ദിനത്തിൽ മാത്രം ഇന്ത്യയാകെ 50 മുതൽ 60 കോടി രൂപ വരെ ചിത്രം കളക്ഷൻ നേടുമെന്നാണ് കരുതുന്നത്. ജനനായകൻ റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഓപ്പണിംഗ് ടൈറ്റിൽ കാർഡും വിജയുടെ ഒരു രംഗവുമാണ് ഇപ്പോൾ ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത്. ചിത്രത്തിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് എന്ന ടൈറ്റിൽ കാർഡ് പ്രദർശിപ്പിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. തിയേറ്ററുകളിൽ ഈ രംഗമെത്തിയപ്പോൾ ആരാധകർ വൻ ആർപ്പ് വിളികളോടെയാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയായ ശേഷമുള്ള വിജയുടെ ആദ്യ റിലീസായതിനാൽ ഈ ടൈറ്റിൽ കാർഡിന് പ്രത്യേക ശ്രദ്ധ ലഭിക്കുന്നുണ്ട്. ഇതിനൊപ്പം തമിഴ്നാട് നിയമസഭയിൽ വിജയ് മുൻപ് ഉപയോഗിച്ചിരുന്ന കൈ ആംഗ്യത്തോട് സാമ്യമുള്ള ഒരു ആംഗ്യം ചിത്രത്തിലെ ഒരു രംഗത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകൾ സൂചിപ്പിക്കുന്നത്. ഈ രംഗവും വ്യാപകമായി വൈറലായിട്ടുണ്ട്. എന്നാൽ ഒരു വാണിജ്യ സിനിമയിൽ ഇത്തരം രാഷ്ട്രീയ പ്രതീകങ്ങളും സൂചനകളും ഉൾപ്പെടുത്തേണ്ടതില്ലായിരുന്നുവെന്നാണ് വിമർശകർ അഭിപ്രായപ്പെടുന്നത്. മറുവശത്ത് ഇത് വിജയുടെ വ്യക്തിത്വത്തെയും നിലവിലെ രാഷ്ട്രീയ സ്ഥാനത്തെയും പ്രതിഫലിപ്പിക്കുന്ന കാര്യം മാത്രമാണെന്നാണ് ആരാധകരുടെ വാദം.